നമ്മുടെ നാട്ടില് ഫേമസ് ആയ ആരിഫ് ഹുസൈൻ എല്ലാ നാട്ടിലും പോയി, പ്രത്യേകിച്ച് യു കെയിൽ അങ്ങോട്ട് പോയി എയർലൈന്നൊരു വാർത്ത കേട്ടു. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? അതിന്റെ കണ്ടന്റ് തന്നെ എന്താണെന്ന് പറയാവോ? അത് യു കെയിലും ഈ വിദേശത്ത് പല രാജ്യങ്ങളിലും നടക്കുന്ന ഒരു സംഗതിയാണ്. പബ്ലിക് ആയിട്ടുള്ള സ്പേസിൽ ഡിബേറ്റ്, ഓപ്പൺ ഡിബേറ്റ് പോലെ ആർക്കും ഒന്ന് പങ്കെടുക്കാൻ സംസാരിക്കാൻ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇവിടെ ഇപ്പോൾ ആരിഫ് ഹുസൈൻ ഓഫ്ലൈൻ ഡിബേറ്റുകളൊന്നും ഓൺലൈൻ ഡിബേറ്റുകളിൽ പങ്കെടുക്കില്ല. കാരണം ഓൺലൈൻ ഡിബേറ്റ് എപ്പോഴും എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സെർച്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഓഫ്ലൈൻ ഡിബേറ്റിൽ ആ പരിപാടി നടക്കില്ല. അപ്പൊ ആരിഫ് ഹുസൈൻ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ പോയ കോളിംഗ് അങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്ത് പുള്ളി ഫേമസ് ആയി. അതേ ആ ഒരു ചിലപ്പോ അതിനെക്കുറിച്ച് ഓൾറെഡി ഒരു സാധനത്തിൽ ഫേമസ് ആയി കഴിഞ്ഞാൽ നമ്മൾ പല ആൾക്കാർക്കും പല ടൈപ്പാണ് അത് യൂസ് ചെയ്യുന്നത്. ചില ആൾക്കാർ അത് ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്യും, ചില ആൾക്കാർ ആ ഉള്ള കണ്ടന്റ് വെച്ചിട്ട് തന്നെ സെർവ് ചെയ്തു. അപ്പൊ അതേ ഒരു ഐഡിയ ആരിഫ് ഹുസൈൻ അവിടെ പോയിട്ട് പറഞ്ഞൊരു സാധനമാണ് ഈ ഖുറാനില് മകളെ കല്യാണം കഴിക്കാം, ബേസിക്കലി മകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നുള്ള സാധനം ഉണ്ട് ഉണ്ടെന്നുള്ളത്. ഇത് സംഗതി ഇപ്പൊ നമ്മുടെ നാട്ടില് രാമായണത്തിൽ തന്നെ പല വേർഷനുള്ള പോലെ തന്നെ ഖുറാൻ ബേസിക്കലി എല്ലാവരുടെയും ഒരേ കോപ്പി തന്നെയാണ് ഉള്ളത്. പക്ഷെ ഇത് കൂടാതെ പലതരത്തിൽ പല ആൾക്കാർ പല കാര്യങ്ങളും ഇന്റർപ്രറ്റ് ചെയ്തും വ്യാഖ്യാനിച്ചും പറയാറുണ്ട്. മുസ്ലിംസിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഷിയ മുസ്ലിംസ് കേട്ടിട്ടുണ്ടോ? ഇറാൻ ആ ഭാഗത്ത് ഷിയ, സുന്നി. ഈ ഇതിൽ സുന്നിയിൽ തന്നെ ഹനഫി, ഷാഫി ഇങ്ങനെ കുറെ വിഭാഗങ്ങളുണ്ട്. ഈ ഷാഫി സ്കൂൾ ടീച്ചിങ്ങിന്റെ ഒരു ഭാഗത്തില് ഏതോ ഒരാൾ പറഞ്ഞൊരു കാര്യമാണ് ഈ പറയുന്ന അവിഹിത ബന്ധത്തിൽ ഒരു മകള് ജനിക്കുകയാണെങ്കിൽ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നുള്ളത്, അല്ലെങ്കിൽ കല്യാണം കഴിക്കാം എന്നുള്ളത്. ഇപ്പൊ ഒരാളൊരു സ്ത്രീയായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ലൈക്ക് അവിഹിതം ഇസ് നോട്ട് ഇസ്ലാമിക്. മാന്യമായ ലൈക്ക് മെഹർ കൊടുത്ത് കല്യാണം കഴിക്കുന്നതാണ് ഇസ്ലാമിക് ബിലീഫ് എന്ന് പറയുന്നത്. അവിഹിതം എന്ന് പറയുന്നത് ഇസ്ലാമിക് ബിലീഫ് അല്ല. അപ്പൊ ആ അവിഹിതത്തിൽ ജനിക്കുന്ന കുട്ടിയുമായിട്ട് നിങ്ങൾ ബന്ധത്തിൽ പെടുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് കൺസിഡേർഡ് ഇൻ ടു ഇസ്ലാമിക്. അതാണ് അവിടെ പറയുന്നത് ഷാഫി സ്കൂൾ ടീച്ചിങ്ങിൽ. പക്ഷെ പുള്ളി ഈ സാധനം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഏതോ ഒരു ഗ്രന്ഥത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാണെങ്കിൽ പുള്ളിക്ക് എങ്ങനെ കിട്ടുമായിരുന്നില്ല. അവിടെ പോയിട്ട് ഖുറാനിലുണ്ടെന്ന് പറഞ്ഞു. ഇല്ല. അപ്പൊ ഈ എന്താണ് ആ ഒരു എന്താ ഷാഫി ആ ഒരു അതീത് പറഞ്ഞേക്കുന്നതാണ്. അതിപ്പോ മുസ്ലിംസിന്റെ ഇടയിൽ തന്നെ നിങ്ങൾ പല രാജ്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ ഷിയ മുസ്ലിംസും സുന്നി മുസ്ലിംസും തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലൊക്കെ ഇന്ത്യയിൽ നമ്മൾ ബി ജെ പിക്കാരൊക്കെ കളിയാക്കിയിട്ട് പറയും നിങ്ങൾക്ക് എന്താ പ്രാന്താണോ മുസ്ലിംസ് പരസ്പരം യുദ്ധം ചെയ്ത് ഇതാവുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല അന്യമതസ്ഥരോടുള്ള യുദ്ധങ്ങളെക്കാളും കൂടുതൽ മുസ്ലിംസിന്റെ ഇടയിൽ നടക്കുന്ന പരസ്പര യുദ്ധമാണ്. ഈ ഷാഫി അല്ലെങ്കിൽ സുന്നി ഷിയ മുസ്ലിംസ്, ഇത് കൂടാതെ തബ്ലീഗ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഗ്യാങ് ഉണ്ട്. അങ്ങനെ ഇവരുടെ ഇടയിൽ നടക്കുന്ന യുദ്ധമാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അവിടെയാണ് ഈ പൊട്ടിത്തെറിയും പാകിസ്ഥാനിലെ പൊട്ടിത്തെറിയൊക്കെ ഇവരുടെ ഇടയിൽ നടക്കുന്ന പൊട്ടിത്തെറിയാണ്. അപ്പോ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. പക്ഷെ ഒരു അംബ്രല ടേമിനകത്ത് ഇസ്ലാമിസ്റ്റ് എന്ന് പറയുമ്പോൾ അംബ്രല ടേമിനകത്ത് വരുമ്പോൾ ഈ സാധനമൊക്കെ ആൾക്കാരുടെ അടുത്ത് കൺസിഡർ ചെയ്യും. അതാണ് അതിന്റെ പിന്നിലുള്ള സത്യം. ഈ പറഞ്ഞ ഓപ്പണായിട്ട് ഡിബേറ്റ് നടത്തുന്ന സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ ആരിഫ് പൊതുവെ എനിക്കൊന്ന് ആരിഫ് ഇതിനു മുന്നേ പറഞ്ഞുള്ള കാര്യം അത് എനിക്ക് അവിടുന്ന് പറഞ്ഞതാണോ അതോ അവര് ഓൾറെഡി വീഡിയോസ് അവിടുന്ന് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ ഇസ്ലാമില് സ്വന്തം മകളെ വിവാഹം കഴിക്കാൻ ലൈംഗികമായി ബന്ധപ്പെടാൻ ഉള്ള അനുവദിക്കുന്ന മതമാണ് അങ്ങനെ പറഞ്ഞു. ഇവിടെ പ്രോബ്ലം എന്താ കിടക്കുന്നത് വെച്ചാൽ രണ്ട് ഈ ഷാഫി ഫത്തുൽ മൊയ്ൻ തന്നെ പ്രൊണൗൺസിയേഷൻ നോക്കണ്ട, നമുക്ക് അതിപ്പോ കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യാനൊക്കെ പറ്റുക. അപ്പൊ അതിൽ ഷാഫി ടീച്ചിങ്സ് നമ്മൾ ഇന്ത്യയിൽ ഈ പറഞ്ഞ ഷാഫിയുടെ ടീച്ചിങ്സ് എടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഇസ്ലാമിക പ്രകാരം അല്ലാത്ത കല്യാണത്തിലുണ്ടായ ഈ കുട്ടികൾ ആസ് പെർ ഇസ്ലാം അവരുടെ കുട്ടികളായിട്ട് അംഗീകരിക്കപ്പെടില്ല. എന്ന് വെച്ചാൽ ഇസ്ലാം അല്ലാത്തൊരു വ്യക്തിയിലുണ്ടായ കുട്ടികൾ വ്യഭിചാരം എന്ന് പറയാം. പണ്ട് നമ്മുടെ ഈ റിയാസും വീണയും തമ്മിൽ കല്യാണം കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗ് എങ്ങാണ്ട് പറഞ്ഞു വ്യഭിചാരം, അങ്ങനെ ഒരു കാര്യമില്ലേ. അപ്പൊ ഇത് വ്യഭിചാരമായിട്ട് കണക്കാക്കുക. പെണ്ണ് ഇസ്ലാം അല്ലെങ്കിൽ അത് വ്യഭിചാരമാണ്. അല്ലെങ്കിൽ ഇസ്ലാമികപരമായ രീതിയിലല്ല ഒരു ലിസ്റ്റ് ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഒരു വിവാഹം ഇസ്ലാമികമാകുന്നത്. അപ്പൊ അതല്ലാത്തടത്തോളം കാലം അത് വ്യഭിചാരമാണ്. വ്യഭിചാരത്തിലുണ്ടായ മക്കളെ സ്വന്തം മക്കളായിട്ട് അംഗീകരിക്കില്ല, കണക്കാക്കില്ല. അപ്പം ആരോടൊക്കെ സെക്സ് ചെയ്യാമെന്ന് പറയുന്നതിൽ ഈ ഷാഫിയുടെ ടീച്ചിങ്സിലേക്ക്, ഷാഫിയിൽ മാത്രമല്ല കേട്ടോ, വേറെ കുറച്ച് സ്ഥലങ്ങളിലും ഉണ്ട്. അത് കൂടുതൽ റെഫറൻസ് ഇപ്പം എനിക്കൊന്ന് ഇന്ന് കുറെ എക്സ്പ്ലനേഷൻസ് അതിന് വന്നിട്ടുണ്ട്. പക്ഷെ പൊതുവെ പറയുമ്പോൾ 19 ഈ പറയുന്ന കാര്യങ്ങൾ അതിലാണ് കൃത്യമായിട്ട് പറയുന്നത്. അപ്പൊ അവിടെ ഈ പറയുന്ന പോലെ വ്യഭിചാരത്തിൽ പെടുന്ന കുട്ടികളായിട്ട് അംഗീകരിക്കില്ല. അപ്പൊ അവരെ ബന്ധപ്പെടുന്നതിൽ ഹറാമില്ല. ഇതാണ് ആക്ച്വലി കാര്യം. ഇസ്ലാമിക് വെഡ്ലോക്കിൽ അല്ലാത്തവരെ പറഞ്ഞ വിവാഹം കഴിക്കുന്ന പ്രശ്നമില്ല. ഇങ്ങനത്തെ ഒരു ഇൻസിഡൻസ് ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ടാണ് ന്യായീകരിക്കുന്ന ഓരോ ആൾക്കാർ. ഇപ്പം ഓരോ പ്രഭാഷകന്മാരുടെ ഒരു പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ പറ്റുക. ഇതാണ് ഇതിന്റെ ഒരു കാര്യം. അപ്പൊ ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് കേരളത്തിൽ അല്ലെങ്കിൽ പറഞ്ഞത് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്.
നിങ്ങളിപ്പോ പാകിസ്ഥാനിൽ വേറെ രാജ്യത്ത് ഫോളോ ചെയ്യുന്ന ആൾക്കാരില്ല. ഒരു ആരിഫ് എനിക്ക് തോന്നുന്നത് ക്ലെയിം ചെയ്തത് ഖുറാനിലാണെന്നാ തോന്നുന്നത്. സത്യത്തിൽ അവിടെയാണ് പണി പാളിയെന്ന് എനിക്ക് തോന്നുന്നത്. ഖുറാനിലല്ല അത് ഈ പറഞ്ഞ ടീച്ചേഴ്സില്ല. അപ്പൊ ആരിഫ് ഒന്നെങ്കിൽ അത് പിന്നെ ഇതൊരു പ്രോബ്ലം പറ്റിയെന്ന് വെച്ചാൽ ആരിഫ് ഇത് ചോദിച്ച സമയത്ത് ആരിഫ് ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ അറിയില്ല അവിടുത്തെ സാഹചര്യം എങ്ങനെ ആയിരുന്നോ, അതോ ആരിഫിന് അതെന്തെങ്കിലും ബ്ലാക്കൗട്ടായി പോയതാണോ എന്താണെന്നുള്ള അറിയില്ല. ആരിഫ് അത് ശരിക്കും ആക്ച്വലി അല്ലെങ്കിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്താൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ആൾക്കാർ പിന്നെ നമ്മൾ ആ പുള്ളിയുടെ വോയിസാണ് കേൾക്കുന്നത്. അയാളെ സൗണ്ടാ ഭയങ്കര കേൾക്കുന്നത്. ആരിഫും കഴിഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു അതിന് ശേഷം നീ പറഞ്ഞോ നമുക്കറിയില്ല. ഈ ക്ലിപ്പ് കേൾക്കണം. അപ്പൊ ആരിഫിന് എക്സ്പ്ലനേഷൻ കറക്റ്റ് ആയിട്ട് ഇതിന് വിഷയത്തിലായിട്ട് വന്നിട്ടില്ല വരുന്നതെന്ന്. പക്ഷെ സംഭവം ഇതുണ്ട്. പക്ഷെ എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഇത് ആക്ച്വലി വീണ്ടും പണി കിട്ടുന്നത് ഇസ്ലാമിന് തന്നെയാണ്. കാരണം കൂടുതൽ ആൾക്കാർ ഈ ഫത്തുൽ മൊയ്ൻ വായിച്ചു നോക്കും. എന്നുവെച്ചാൽ ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ അപ്പൊ നാട് മൊത്തം അറിയും. ഇതുവരെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇസ്ലാമികമല്ലാത്ത കല്യാണത്തിലുള്ള കുട്ടി സ്വന്തം കുട്ടി അല്ലാത്ത രീതിയിലെ കണക്കുകൾ എല്ലാവരും അറിഞ്ഞു. പ്രശ്നം അവിടെ സെക്സ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാരും അറിഞ്ഞ സ്ഥിതിക്ക് ഇത് പിന്നെ എന്റെ ഒപ്പീനിയനില് ആരിഫിന് തെറ്റ് പറ്റിയെന്ന് വിചാരിച്ചോണ്ട് ഇസ്ലാം ശരിയാവുന്നില്ല എന്നാണ് എന്റെ ഒപ്പീനിയൻ. എന്റെ വ്യക്തിപരമായ ഒപ്പീനിയൻ അതാ. കാരണം ആരിഫ് അല്ല ഇതിന് മെയിൻ. ഇപ്പൊ ആരിഫ് വിമർശിക്കുന്ന പല ആൾക്കാരുണ്ട്. ആൾക്കാർക്ക് തെറ്റ് പറ്റാം, ചിലപ്പോൾ ഡാറ്റാസ് സ്പോട്ടിൽ കിട്ടാതിരിക്കാം, എന്തുവാണെങ്കിൽ സംഭവിക്കാം. ചിലപ്പം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഖുർആനിലാകത്തെ അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോ ചെന്ന് വെച്ചിട്ട് അതോടൊന്നും ഇസ്ലാം വെളുക്കാൻ പോകുന്നില്ല എന്നാണ് എന്റെ ഒപ്പീനിയൻ. അതിപ്പോ ഒരു മതത്തിനെ ആരും വെളുപ്പിക്കേണ്ട കാര്യമില്ല. അതിലുള്ള ബാഡ് എലമെന്റ്സ് എല്ലാ മതത്തിലും ഉണ്ട്. അത് ഇഗ്നോർ ചെയ്യാം. ചിലപ്പോ ഇപ്പോ നമ്മുടെ വർണ്ണ സിസ്റ്റം, ജാതി വ്യവസ്ഥ, ഇതൊക്കെ മുൻപുണ്ടായിരുന്ന കാര്യങ്ങൾ അന്നത്തെ സാഹചര്യത്തിൽ അത് ആവശ്യമായിരുന്നു. എന്ന് വെച്ചാൽ ഇന്നും അത് തൂക്കിപ്പിടിച്ച് തലയിൽ വെച്ച് നടക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇപ്പോ ഇസ്ലാമിസ്റ്റ്, ഞാൻ പറയുന്നത് ഇസ്ലാമിസ്റ്റ് ആയിട്ട് നടക്കുന്ന ഈ റാഡിക്കൽ ആയിട്ടുള്ള ആൾക്കാരില്ലേ, ഇപ്പൊ എന്റെ അമ്മ വായിക്കുന്ന ഖുർആനും ആരിഫ് ഹുസൈൻ വായിച്ച ഖുർആനും തീവ്രവാദികൾ വായിക്കുന്ന ഖുർആനും എല്ലാം ഒരേ ഖുർആനാണ്. അത് അവരെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ്. പൊട്ടിത്തെറിക്കാൻ പോകുന്നവർക്ക് അവർക്ക് വേണ്ട സാധനം മാത്രം മതി. ഖുർആനിൽ തന്നെ ഒരു സാധനമുണ്ട്, എന്റെ ഉമ്മ പഠിപ്പിച്ചെന്ന ഒരു സാധനമാണ്. അതിൽ പറയുന്നത് തീർച്ചയായും നിങ്ങൾ മദ്യപിക്കൂ, അസന്മാർഗിക മാർഗത്തിലൂടെ നടക്കൂ. ഖുർആനിൽ പറയുന്നു. ഇത് കഴിഞ്ഞിട്ട് അടുത്ത വരിയിൽ പറയുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ നരകത്തിലോട്ടാണ് പോകുന്നത്. ഓക്കെ. അപ്പൊ എനിക്ക് വേണ്ടത് എനിക്ക് മദ്യപിക്കാനും അസന്മാർഗിക മാർഗത്തിലൂടെ പോകാനും ആണെങ്കിൽ ഞാൻ ആ ഫസ്റ്റ് ലൈന് മാത്രം എടുത്തിട്ട് പോയാൽ മതി. നരകത്തിൽ കൂടെ ഞാൻ ഇഗ്നോർ ചെയ്താൽ പോലെ. അങ്ങനെ അവനവന് വേണ്ട സാധനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരിഫ് ഹുസൈൻ പെടാനുള്ള കാരണം എന്ന് പറയുന്നത്, ആരിഫ് ഹുസൈൻ അവിടെ പോയിട്ട് ഇവര് തൂക്കിയ മൊമെന്റ് ആരിഫ് ഹുസൈൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞ് ആ സ്റ്റാൻഡിലേക്ക് നിന്നു. അപ്പൊ എവിടെയാണുള്ളത് കാണിച്ചിരുന്നു പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു ഫോൺ എടുത്ത് ചാറ്റ് ജിപിടി ഏതാച്ചും എടുത്തെന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു നെറ്റില്ലെന്ന് പറഞ്ഞു. അവിടെയാണ് പുള്ളി പെട്ടത്. ഉരുണ്ട് കളി എന്ന് പറയുന്നത്. ഇത് നെറ്റില്ല എന്ന് പറഞ്ഞാൽ ഉരുണ്ട് കളി കളിച്ചില്ലേ, അവിടെയാണ് ശരിക്കും പുള്ളി നാറിയത്. അല്ലാതെ പുള്ളി എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പ്ലനേഷൻ അവിടെ ഉണ്ട് എന്ന പുസ്തകത്തിലുണ്ടെന്ന് അതിനെ കുറിച്ച് പഠിച്ചപ്പോ ജയ് പഠിച്ചു. ജയ് ഇതിനു മുമ്പും ഞങ്ങൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഈ ആരിഫ് ഹുസൈന്റെ വിഷയം വരുന്നതിന് മുമ്പേ. അപ്പൊ ഇത് പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്തിരുന്നെങ്കിൽ ഓക്കെ. ഇത് പുള്ളിക്ക് സംഭവിക്കുന്ന ഒരു നാട്ടിൻ പുറത്തുള്ള മുസ്ലിങ്ങളുടെ കോയാക്കോളിങ്ങളുടെ പരിപാടിയിൽ വിളിച്ചിട്ട് അവരുടെ നിലവാരത്തിൽ മാത്രം ഹാൻഡിൽ ചെയ്യുമ്പോൾ ഈ പറയുന്ന ഡീപ്പ് റിസർച്ച് ചെയ്യാണ്ടാവുമ്പോഴാണ് അത് പെട്ടുപോവാണ്. ആ ഒരു സിനിമാ നടന്മാരെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ ആ ഒരു ലിസ്റ്റിൽ പെട്ടുപോയതാണ്. പിന്നെ ഈ കാര്യം എന്ന് പറയുന്നത്, ഈ കേരളത്തില് ഷാഫിയുടെ പഠനം എന്ന് പറയുന്നത് ഭയങ്കര കുറച്ച് ആൾക്കാരാണ് ഫോളോ ചെയ്യുന്നത്. ലൈക് ഷാഫി വിഭാഗം 98%. ഈ മുസ്ലിംസിൽ തന്നെ പല വിഭാഗം ആൾക്കാർ ഇവരെ മുസ്ലിമായിട്ട് കൺസിഡർ ചെയ്യില്ല. ഇപ്പൊ തബ്ലീഗ് എന്ന് പറയുന്ന വിഭാഗത്തിലെ മുസ്ലിമായിട്ട് ആരും കൺസിഡർ ചെയ്യില്ല. അവര് മരിച്ചു കഴിഞ്ഞാൽ അതെന്താ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമിക് റിലീജിയനിൽ തന്നെ അബ്രഹാമിക് സെമറ്റിക് മതങ്ങൾ എന്ന് പറയുമല്ലോ, ഇതില് ഇവരെല്ലാം ഒരേ റൂട്ടിൽ വന്നതാണ്. ജൂതന്മാരായാലും മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും എല്ലാം ഓരോ റൂട്ടിൽ വന്നതാണ്. പക്ഷെ അവരെവിടെയോ വഴിപിഴച്ചു പോയി എന്നാണ് മുസ്ലിം ഇത് പറയുന്നത്. ഈ വഴിപഴിച്ചു പോയി, നിങ്ങൾ വഴിപഴിച്ചു പോയി, അതുകൊണ്ട് നിങ്ങൾ ഈ ഗ്രൂപ്പിലെ ആളല്ല എന്നുള്ളവർ പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ഷാഫി ടീച്ചിങ് ആയാലും. അപ്പൊ ഇവര് പരസ്പരം കൺസിഡർ ചെയ്യുന്നില്ല, നിങ്ങൾ മുസ്ലിമാണ് ഞങ്ങൾ മുസ്ലിമാണെന്നുള്ളത്. ഇതിൽ വിഷയം എവിടെ വരുന്നതെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഇവരെല്ലാം മുസ്ലിങ്ങളാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ തന്നെ ഈ പറയുന്ന സാധനമുണ്ട്. പിന്നെ വേറൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യന്മാർക്ക് ഇതൊന്നും ഒരു ബോധർ ചെയ്യുന്ന വിഷയമേ അല്ല. ഇത് എക്സ്ട്രീംലി റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരെ ബോധർ ചെയ്യണ വിഷയമാണ്. എങ്ങനെയെന്ന് പറഞ്ഞപ്പോ ശബരിമലയില് യുവതി പ്രവേശനം ഒരുപാട് ഹിന്ദുസ് തന്നെ അതിനെ അനുകൂലിച്ചു വരുന്നുണ്ട്. റാഡിക്കൽ ആയിട്ടുള്ള ആൾക്കാർ പ്രതികൂലിക്കുന്ന റാഡിക്കൽ ആയിട്ടുള്ള ആൾക്കാർ. ഒരു സാധാരണക്കാരന്, ഇപ്പൊ എന്റെ അമ്മയായാലും അല്ലെങ്കിൽ എനിക്കറിയുന്ന ചുറ്റുവട്ടാരത്തുള്ള ആൾക്കാർക്ക് ഈ ഒരു വിഷയം കേൾക്കുമ്പോ എന്തിനാണ്, അവിടെ എന്താണോ വിശ്വാസം അത് പാലിച്ചിട്ടല്ലേ. ഇപ്പൊ എനിക്ക് അയ്യപ്പനെ വിശ്വാസം ഉണ്ടെങ്കിൽ ആ അമ്പലത്തിലെ എന്താണോ
അത് പാലിച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ എനിക്ക് വിശ്വാസം ഉണ്ടെന്നും പറഞ്ഞിട്ട് മറ്റേ രേന ഫാത്തിമ കാണിച്ച പോലെ ഇരുമുടിക്കെട്ടില് സാനിറ്ററി പാഡ് വെച്ച് പോകുന്നത് അത് അയ്യപ്പനെ കാണാൻ പോവല്ല. അവർക്ക് അവിടെ പ്രസനം കാണിക്കാൻ പോവാ. അത് കാണുന്ന അന്യമതസ്ഥർ, ഇപ്പൊ ഒരു സാധാരണ കോമൺ ആയിട്ടുള്ള ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ജൂതനായാൽ പോലും നോർമലായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ എന്തിനായി വൃത്തികേട് ചെയ്യുന്നതെന്ന് തോന്നുള്ളൂ. ഇതേത് ഇപ്പൊ SDPIന്റെ ആൾക്കാരോ അതുപോലെ റാഡിക്കൽ ആയിട്ടുള്ള ആൾക്കാരോ അവർക്ക് അതങ്ങനെ തന്നെ വേണം. അങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ അമ്പലത്തില് പള്ളിയിലൊക്കെ സാധനങ്ങൾ എറിഞ്ഞ് കലാപം ഉണ്ടാക്കാൻ നോക്കുന്ന ആൾക്കാരുണ്ട്. ഇത് കണ്ട് ആസ്വദിക്കുന്നതാരാ? റാഡിക്കൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഒരു സത്യം പറയുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു സംഗതി കേരളത്തിൽ നടക്കുകയാണെങ്കിൽ BJP-ക്കാർ ചിലപ്പോൾ അത് പോസ്റ്റ് ഇട്ട് ആഘോഷിക്കും. പക്ഷെ അതിൽ മനസ്സുകൊണ്ട് ഏറ്റവും ആഘോഷിക്കുന്ന SDPI-ക്കാരായിരിക്കും. കാരണം അവർക്കൊരു കണ്ടന്റ് ആണ്. ഞാൻ മറ്റേ ഫെമിനിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞ പോലെ ഫെമിനിസ്റ്റുകൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ലോകത്തെല്ലാവരും പീഡനങ്ങൾ നടക്കണം. എന്നാലാണ് അവർക്ക് അത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതല്ല, അല്ലെങ്കിൽ അവർക്ക് റെലവൻസ് ഇല്ലാണ്ട് പോകും. അത് അവരുടെ സന്തോഷമാണ്. അങ്ങനെയാണ് ഈ സംഗതി വരുന്നത്. കണ്ണീര് മറ്റേ മുതലക്കണ്ണീർ ഒഴുക്കിക്കൊണ്ട് വരും. അത് എല്ലാ പാർട്ടിക്കാരും വരും. SDPIക്ക് മുതലക്കണ്ണീർ ഒഴുക്കിയിട്ട് ഉള്ളിൽ ചിരിക്കും. ഇപ്പൊ ഈ ആരിഫ് ഹുസൈന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞപ്പോ നമ്മുടെ ഇവര് ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ രാവിലെ കുറെ പോസ്റ്റ് കണ്ടു. ബ്രഹ്മാവ് മകളെ കല്യാണം കഴിച്ചതിന്റെ സാധനമൊക്കെ എടുത്തിട്ട് അത് ഇതിഹാസങ്ങളാണ്. അത് സത്യമാണോ നുണയാണോ എന്നുള്ളതൊന്നും നമ്മൾ ഇന്നും മനുഷ്യനെ കൊണ്ട് കഴിയില്ല. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാനുള്ള അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ദൈവം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷെ മനുഷ്യനെ കൊണ്ട് കഴിയില്ല ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ. നമുക്ക് പൂർവികർ പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളത് വിശ്വസിച്ച് പോകുന്നു. ഇപ്പൊ ഹിന്ദുയിസത്തിൽ കുറെ കാര്യങ്ങൾ മോശമാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നതിന് പകരം രണ്ടിലുള്ള ഗുഡ് എലമെന്റ്സ് ഉണ്ട്, അത് വെച്ച് പോണതിന് പോയാൽ പോരെ. അത്രേ ഉള്ളൂ. ഇതേ സെയിം ഒപ്പീനിയൻ തന്നെയാണോ? എനിക്കിതിൽ കുറച്ച് വ്യത്യസ്തമായി പറയാം. ഫസ്റ്റ് നമ്മൾ മതഗ്രന്ഥങ്ങൾ എനിക്കങ്ങനെ ദൈവങ്ങളിൽ വിശ്വാസമൊന്നുമില്ല. പക്ഷെ ഒരു ഐഡന്റിറ്റി എന്നുള്ള രീതിയിൽ ഹിന്ദുക്കളുടെ ഐഡന്റിറ്റി ഞാൻ എടുക്കുന്നുണ്ട്. അത് എനിക്ക് എന്റേതായ കുറെ കാരണങ്ങളുണ്ട്. പക്ഷെ അല്ലാതെ ദൈവം അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദൈവങ്ങളുണ്ട്. ദൈവങ്ങൾ തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ അവിടെ പ്രത്യേകിച്ച് നമുക്ക് ഒരു ദൈവം മരിക്കുന്നു ജീവിക്കുന്നു വലിയ പ്രസക്തിയൊന്നുമില്ല. പല ദൈവങ്ങളും പല രീതിയിലുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം അതുകൊണ്ട് ഐഡിയ ഈ പറഞ്ഞ ദൈവങ്ങൾ വിഷയം ഈ പുസ്തകത്തിന് ഐഡിയ എടുക്കുമ്പോൾ ഈ ഖുറാനിൽ വരുന്ന ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ അത് ജീവിതാവസ്ഥ ലോകാവസാനം വരെയാണ് ഇതെന്നുള്ളൊരു സംഭവം വരുന്നത്. ഇത് വരുമ്പം ഒരു ഇസ്ലാമിക വിശ്വാസി എന്നുവെച്ചാൽ ഖുറാനിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് ഒരു ഖുറാൻ നമുക്ക് ഒരിക്കലും ഇങ്ങനെ 3/4 അങ്ങനെ എടുക്കാൻ പറ്റില്ല, പകുതി മുക്കാലിന് എടുക്കാൻ പറ്റില്ല. ഒന്നുകിൽ ഖുറാൻ നിങ്ങൾ മൊത്തം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുറാൻ നിങ്ങൾ വിശ്വസിച്ചിരിക്കണം. ഓക്കെ, അത് വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ പോയി, നിങ്ങൾ ടെക്നിക്കലി നിങ്ങൾ ഇസ്ലാം അല്ല. ഖുറാൻ പറയുന്നത് വിമർശനാതീതമാണ്, ഖുറാൻ ലോകസ്ഥാനുള്ളതാണ്, ഖുറാനിലുള്ളതിന് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഒരു ബേസിക് കാര്യം. അങ്ങനെ സംഭവിക്കും. കാരണം നമുക്ക് അങ്ങനെ ബോധേഡല്ല. അല്ല, ഇതില് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇതില് ഇങ്ങനെ പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ പ്രശ്നം വരുന്നത് അപ്പൊ ഇങ്ങനത്തെ ഒരു ബാധ്യത വരാത്തതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ നേരത്തെ ഫാസ് പറഞ്ഞു ആവശ്യങ്ങൾ എടുത്തു. പക്ഷെ ഈ ആവശ്യങ്ങൾ എടുക്കണം എന്നുള്ള ഒരു ഓപ്ഷൻ ഇസ്ലാം ഒരു വിശ്വാസിക്ക് കൊടുക്കുന്നില്ല. ഇപ്പൊ ഖുറാനിലൊക്കെ ഇപ്പൊ അമ്മേനെ പറ്റി നല്ല രീതി പറഞ്ഞു, നല്ല കാര്യങ്ങളാണ്. പക്ഷെ എന്ന് വെച്ചുകൊണ്ട് നമുക്ക് അത് മാത്രം എടുത്തുകൊണ്ട് ചില സാധനം ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷൻ ഇസ്ലാമിൽ വരുന്നില്ല. അങ്ങനെ ടെക്നിക്കലി അയാൾ മുസ്ലിം ആവില്ല. അപ്പൊ മുസ്ലിം വിശ്വാസിയാണെങ്കിൽ അയാൾ ഖുറാൻ മൊത്തം എടുത്തിരിക്കുകയാണ്. ഈ മൊത്തം എടുക്കുമ്പോൾ എല്ലാത്തിനും ബാധ്യത അയാളെ തലയിടും. അപ്പൊ ഇയാൾ എന്താ പ്രശ്നം വരെ വെച്ചാൽ ഇപ്പൊ ഒരു മൊത്തം പറയുന്നത് മൊത്തം ഖുറാൻ എടുക്കുന്ന ഒരു വിശ്വാസിക്ക് ഇഷ്ടമുള്ള സാധനം എടുക്കുന്നു, ബാക്കിയുള്ളതും കൂടി ഒളിപ്പിക്കേണ്ട ഒരു ബാധ്യത വരുന്നുണ്ട്. അതിന് പുറമേ ഉള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഒരു ഓപ്ഷൻ സെമിറ്റിക് റിലീജിയൻസിൽ വരുന്നതാണ്. സെമിറ്റിക് പറഞ്ഞാൽ ഇസ്ലാം മാത്രമല്ല, അറിയാലോ വേറെ റിലീജിയൻ വരുന്നത്. പക്ഷെ വേറെയുള്ളവരൊന്നും ഈ ഒരു ബാധ്യതയില്ല. അപ്പം പിന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഷാഫിയുടെ ടീച്ചിങ്സിന്റെ പ്രശ്നം, ഷാഫിയുടെ ടീച്ചിങ്സ് വളരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ 10% താഴേക്ക് ആയിരിക്കാം ഊഹം വെച്ചിട്ട്. ഇത് വളരെ ചെറിയ പെർസെന്റേജ് ഷാഫിനെ ഫോളോ ചെയ്യുന്നുള്ളൂ. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ബാക്കിയുള്ള ആളുകളൊക്കെ ഷാഫിയെ തള്ളി പറയും. ഇപ്പൊ നിലവിലെ അവസ്ഥ എന്താ വെച്ചാൽ ഈ സാധനം ഖുറാനിലില്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ ഷാഫിയുടെ ടീച്ചിങ്സിലും 10 ഉണ്ട് എന്നുള്ളത് ഓൾറെഡി എല്ലാവരും അറിഞ്ഞു. ഇനി അടുത്ത് വിശ്വാസികൾക്കൊക്കെ ഇതിനെ കൗണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഷാഫിയാണ് തള്ളി കളഞ്ഞാൽ മതി. ഞങ്ങൾ ഷാഫിയുടെ ടീച്ചിങ്സ് എടുക്കുന്നില്ല എന്ന് പറയാം. പക്ഷെ അത് എടുക്കുന്നില്ല എന്ന് ആരും പറയുന്നില്ല. ഇവിടെയാണ് ഇനി ഒരു പ്രശ്നം വരാൻ കിടക്കുന്നത്. ഇത് ഖുറാനിലില്ല എന്നിപ്പോ സമ്മതിച്ചു. ഇവരിപ്പോ ആരിഫ് ഹുസൈന് വെറുതെ ഇപ്പൊ കൗണ്ടർ അടിച്ച ആൾക്കാരാണെങ്കിൽ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഷാഫിയുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഏത് വിശ്വാസി എന്നതിലൊക്കെ ആരെയാണ് ചൂസ് ചെയ്യുന്നത്? ആൾക്കാർ ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നത് ഹദീസ് പോലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹദീസിന് വേണ്ടൊരു സിസ്റ്റം ഉണ്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ നബി പറഞ്ഞു എന്ന് പറഞ്ഞ് മറ്റുള്ളവർ ഇന്റർപ്രറ്റ് ചെയ്യുന്ന കാര്യം. ഇപ്പൊ റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞതായിട്ട് തന്നെ നിൽക്കും.
പണ്ട് കാലത്ത് റെക്കോർഡിംഗ് ഇല്ല. ഞാൻ പറഞ്ഞ സാധനം ശരണ്യ എന്താണോ മനസ്സിലാക്കിയത് അതാണ് ശരണ്യ വേറൊരാളോട് കൺവേ ചെയ്യുക. നബി പറഞ്ഞ കാര്യം ആ കേട്ട ആൾ എന്താണോ മനസ്സിലാക്കിയത് അതായിരിക്കും പുള്ളി കൺവേ ചെയ്യുക. ആ സാധനമാണ് ഹദീസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിന്ന് കേൾക്കുന്നത്. അത് പൂർണ്ണമായി വിശ്വസിക്കണോ വിശ്വസിക്കണ്ടോ എന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ അങ്ങനെ ലോജിക്കലായിട്ട് നോക്കിയാൽ പോലും അതങ്ങനെയല്ല. പിന്നെ ഈ ഖുറാന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ഖുറാന്റെ തന്നെ ഇപ്പോൾ നബി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഖുറാൻ എന്ന് പറയുന്ന ഒരു പുസ്തക രൂപമില്ല. നബിയൊക്കെ മരിച്ച എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഖുറാൻ എന്ന് പറയുന്നത് ഒരു പുസ്തക രൂപത്തിലാക്കിയിട്ടുള്ളത്. അന്ന് ഈ പാറക്കെട്ടുകളിൽ എഴുതി വെച്ച സാധനമൊക്കെയാണ് ക്രോഡീകരിച്ച് പുസ്തക രൂപത്തിലാക്കിയിട്ടുള്ളത്. ഇതിൽ തന്നെ ഒരു പ്രശ്നം വരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഖുറാനിലുള്ളത് അന്നത്തെ കാലഘട്ടത്തിന് യുദ്ധത്തിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മുഹമ്മദ് നബിയാണ് ഖുറാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? പക്ഷെ ഖുറാനിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് മുഹമ്മദ് നബിയുടെ പേരല്ല, അല്ല മോസസിന്റെയും യേശുക്രിസ്തുവിന്റെയും പേരാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് ഖുറാനിൽ. അതങ്ങനെയാണ്. ഇത് കണ്ട് ബംഗ്ലാദേശിലെ ഏതോ ഒരു അല്ല ലൈക് സെമിറ്റിക് റിലീജിയൻ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. നിങ്ങൾ ഖുറാനെ കുറിച്ച് ജസ്റ്റ് ഒരു ചെറിയ അതായത് മറ്റേ എന്താണ് യേശുവിന്റെ അമ്മ മേരി ഇവിടെ നമ്മൾ ഖുറാനിലും മറിയം അതുപോലെ ആദം ഈ സിസ്റ്റർ ഒക്കെ പറയുന്നുണ്ട്. ഇതിൽ പല പ്രശ്നങ്ങൾ എന്താ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജയ് പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ പറയുകയാണെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്നും റെലവെന്റ് ആണെന്നും പറഞ്ഞ് തോക്കെടുത്ത് സ്വയം പൊട്ടിത്തെറിക്കാൻ പോകുന്നവരാണ് മണ്ടന്മാര്. ഓരോ സാഹചര്യത്തിനനുസരിച്ചുള്ള ഇപ്പൊ ലോകാവസാനം വരെയുള്ള സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പൊ ജയ് പറയുമ്പോൾ തന്നെ ഈ ലോകാവസാനം വരെയുള്ള ഭാഗങ്ങൾ എടുത്താൽ മതി. അന്നത്തെ കാര്യങ്ങൾ അതൊരു സത്യാവസ്ഥയോ അല്ലെങ്കിൽ അതൊരു വിശ്വാസമായിട്ട് അന്നത്തെ സംഭവിച്ചു അന്ന് നടന്ന കാര്യങ്ങളാണ് അന്നത്തെ ചരിത്രം. ഇപ്പൊ നമ്മളൊരു ഇന്ത്യൻ ഇത് പഠിക്കുമ്പോ ഇന്ത്യയുടെ ചരിത്രം ഇപ്പൊ ജവഹർലാൽ നെഹ്റുവിന്റെ ചരിത്രം തൊട്ട് ഇന്നിപ്പോ നരേന്ദ്രമോദിയുടെ ചരിത്രം വരെ പഠിക്കുമ്പോ ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ചില കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് ആ കാലഘട്ടത്തിൽ ആവശ്യകതയായിരുന്നു. അതങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പക്ഷെ ഒരുപാട് ആൾക്കാർ എന്താണെന്നറിയോ ഇത് എക്സ്ട്രീം ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ ഇത് കുറെ എലമെന്റ്സ് അന്നത്തെ കാര്യം അത് സത്യാവസ്ഥയാണെന്ന് വേണ്ടി വിശ്വസിച്ചിട്ട് ഇന്നത്തെ കാര്യങ്ങൾക്കുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് അത് ഫോളോ ചെയ്ത് ജീവിച്ചാൽ മതി. അവിടെയാണ് ഈ ട്വിസ്റ്റ് വരുന്നത്.